ആയിട്ട് കഴിച്ചതെന്ന് നമ്മൾ ചോദിക്കുന്നത്. സോ പേര് പറയുന്ന മറുപടി എന്താണെന്ന് നോക്കാം. I had soup and 1 glass of milk. Even the liquid food causes me pain. എന്ന് പറയുമ്പോൾ പേഷ്യന്റ് പറയുവാണ്, ഞാന് കുറച്ച് സൂപ്പും കഴിച്ചു, അതിന്റെ കൂടെ 1 ഗ്ലാസ് മിൽക്കും പാലും കുടിച്ചു, പക്ഷെ ആ ലിക്വിഡ് ഫുഡ് പോലും എനിക്ക് വേദന ഉണ്ടാക്കി എന്നാണ് പേഷ്യന്റ് പറയുന്നത്. ഓക്കെ, അവര് കഴിച്ചത് സൂപ്പും 1 ഗ്ലാസ് ഓഫ് മിൽക്കുമാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടെയും ആ ലിക്വിഡ് ഫുഡ് എനിക്ക് വേദന ഉണ്ടാക്കി എന്നാണ് പേഷ്യന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ്, പേഷ്യന്റ് വേദനയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് അതിന്റെ സിവിയറിറ്റി എത്രത്തോളം ആണെന്ന് അറിയണം. പെയിൻ ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് എപ്പോൾ പെയിൻ പറഞ്ഞാലും ശരി, അതിന്റെ സിവിയാരിറ്റിയെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്, അല്ലെ? സോ അതെങ്ങനെ ചോദിക്കാം? Would you mind telling me your pain on a pain scale where 0 is no pain and 10 is worse pain or severe pain? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ പേഷ്യന്റ് അടുത്ത് ഹലോ, എടാ ഡിസ്റ്റർബൻസ് ഉള്ളവർക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേടാ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ചോദിക്കുകയാണ്, പേഷ്യന്റിനോട് നമ്മൾ ചോദിക്കുവാണ്, നീ ഒന്നും വിചാരിക്കത്തില്ലെങ്കിൽ നിന്റെ വേദന ഈ സ്കെയിൽ ഒന്ന് പറയാമോ? 0 ആണെന്നുണ്ടെങ്കിൽ വേദനയില്ല, 10 ആണെന്നുണ്ടെങ്കിൽ അത് വേഴ്സ് പെയിൻ ആണ്, അല്ലെങ്കിൽ സിവിയർ പെയിൻ ആണെന്ന് പേഷ്യന്റിനോട് പറഞ്ഞു. അപ്പൊ പേഷ്യന്റ് പറയുന്ന മറുപടി നോക്കാം. It's about 9 nerves. I control my sound and avoid talking too much, but it's like throbbing pain. എന്ന് പറയുമ്പോൾ പേഷ്യന്റ് പറയുന്നു, എനിക്കിത് ഏകദേശം 9 ഉണ്ട്, 9 ആണ്, ഔട്ട് ഓഫ് 10 എനിക്ക് 9 ഉണ്ട് സ്കോർ, അത് സിവിയർ പെയിൻ തന്നെയാണ്. പേഷ്യന്റ് പറയുന്നു, ഞാൻ ഒരുപാടൊന്നും സംസാരിക്കത്തില്ല, ഞാൻ എന്റെ സൗണ്ട് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സംസാരിക്കാതെ തന്നെ, പക്ഷെ എന്നിരുന്നാൽ ത്രോബിംഗ് പെയിൻ ആണ്. ത്രോബിംഗ് പെയിൻ എന്ന് പറയുമ്പോൾ വേദനിക്കുന്ന വേദന എന്നാണ്, അതായത് അത്രത്തോളം സിവിയർ പെയിൻ എന്നാണ് പേഷ്യന്റ് പറയുന്നത്. ഓക്കെ, അപ്പം പേഷ്യന്റിന്റെ പെയിന്റെ കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും അവരൊരു വേദനയെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നണ്ടായത് കേൾക്കുമ്പോൾ. ഓഫ് കോഴ്സ്, അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? ഓ, ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ്. ഓക്കെ, അത് കേട്ടിട്ട് എനിക്കും വിഷമമുണ്ട്. ഓക്കെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ പെയിൻ ഈസ് യൂഷ്വൽ ആഫ്റ്റർ ദ തൈറോയ്ഡ് സർജറി. മനസ്സിലായോ എന്താണ് പറയുന്നത്? അത് കേട്ടപ്പോൾ എനിക്കും വിഷമമുണ്ട്, പക്ഷേ ഈ ഒരു വേദന തൈറോയ്ഡ് സർജറിക്ക് ശേഷം ഉണ്ടാകുന്നതാണ്, സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പൊ എന്താണ്, ആ പെയിന്റെ കാരണങ്ങളാണ്, കോസസ് ആണ് നമ്മൾ പറഞ്ഞ പേഷ്യന്റ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് അറിയാനുള്ള റൈറ്റ് പേഷ്യന്റ് ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കോസസും കൂടെ പറഞ്ഞു കൊടുക്കണം. ഇന്ന കാരണം കൊണ്ടാണ് നിനക്ക് വരുന്നതെന്ന്. അപ്പൊ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ. പേഷ്യന്റ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ സർജറി കഴിഞ്ഞതേ ഉള്ളൂ, 1 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. സോ എന്തായിരിക്കും ഗ്ലാൻഡിന്റെ സർജറി കഴിയുമ്പോൾ ത്രോട്ടിൽ ഉണ്ടായിരിക്കുന്നത്? എന്താണ്, എന്തൊക്കെ ഉണ്ടായിരിക്കും? ഓക്കെ, എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? സ്യൂച്ചേഴ്സ് ഉണ്ടാവത്തില്ലേ? ആ സ്യൂച്ചറിന് ചുറ്റും ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ടായിരിക്കത്തില്ലേ? അപ്പൊ അതിന്റെ മേജർ കോസ് എന്തായിരിക്കും? നമുക്ക് പറഞ്ഞു കൊടുക്കുക. വേദനയുടെ മേജർ കോസ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ദ മേജർ കോസ് ഓഫ് പെയിൻ ഈസ് സർജിക്കൽ വൂണ്ട് ആൻഡ് സ്വെല്ലിംഗ് എക്സിസ്റ്റിംഗ് ഇൻ യുവർ ത്രോട്ട്. അതായത് നിനക്ക് വേദന ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഇപ്പോഴുണ്ടായ ആ സർജിക്കൽ വൂണ്ടും അതുപോലെ തന്നെ അതിനു ചുറ്റിനുമുള്ള ചെറിയ സ്വെല്ലിങ്ങും കാരണമാണ് എന്ന് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്നിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? സർജറി കഴിഞ്ഞുകൊണ്ട് ഓഫ് കോഴ്സ് പേഷ്യന്റ് എന്തൊക്കെ ഉണ്ടായിരിക്കും? മെഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. ആന്റിബയോട്ടിക് അല്ലേ പേഷ്യന്റ് പൊക്കോണ്ടിരിക്കുന്നത്, പോകുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പേഷ്യന്റ് പറഞ്ഞു കൊടുക്കണം, ഇറ്റ് വിൽ ബി സെറ്റിൽ ആഫ്റ്റർ ടേക്കിംഗ് എ സെറ്റ് ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് പെയിൻ കില്ലേഴ്സ്. സോ ആ സ്വെല്ലിംഗ് കുറയാൻ വേണ്ടിയിട്ടും അതിന് ചുറ്റുമുള്ള സ്വെല്ലിംഗ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്സ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേഷ്യന്റ് പറഞ്ഞു കൊടുക്കുക, അത് പെയിൻ കില്ലേഴ്സും ആന്റിബയോട്ടിക്സും എടുക്കുന്നതിലൂടെ ആ വേദനയും ആ സ്വെല്ലിങ്ങും ഒക്കെ കുറയും, അല്ലെങ്കിൽ സെറ്റിൽ ആകുമെന്ന് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഓക്കെ, പക്ഷെ നീ വിഷമിക്കണ്ട. ബട്ട് ഡോണ്ട് വറി, ഐ അഡ്വൈസ് you to take softer food and liquids initially to avoid getting sore throat. എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. നീ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ലിക്വിഡും തന്നെ എടുത്താൽ മതി. ആദ്യമൊക്കെ നീ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡും ലിക്വിഡ് ഫുഡും എടുത്താൽ മതി. എങ്ങനെ? ആ തൊണ്ടയ്ക്ക് ഒരു ഉരച്ചിലൊക്കെ ഉണ്ടായിരിക്കും. സോ അതൊക്കെ ഒന്ന് സെറ്റിൽ ആകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ പേഷ്യന്റ് നമ്മൾ ഉപദേശിക്കുകയാണ്. ഈവൻ ദോ അവരെടുത്തത് ലിക്വിഡ് ഫുഡ് ആണെങ്കിൽ കൂടെ. മനസ്സിലായോ?
ശൈലജ മ്യൂട്ട് ചെയ്തോ. ശൈലജ പ്ലീസ് മ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമുക്കപ്പോ ചോദിക്കാം. ഇനി അടുത്തത് പേഷ്യന്റിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടോ എന്ന് ചോദിക്കാം. Do you have any other questions to ask me? നിനക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേറെ ചോദിക്കാനുണ്ടോ? അപ്പോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്? Assure her that the problems related to speaking, swallowing, breathing will go away soon. Usually go away after 2 to 3 weeks. എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മള് എന്താണ് സ്പീക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു, swallowingന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇനി പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്താണ്? ബ്രീത്തിങ്ങിന്റെ കാര്യമാണ്. അപ്പൊ പേഷ്യന്റ് ചോദിക്കുകയാണ്, മേ ഐ നോ ദ റീസൺസ് ബിഹൈൻഡ് ദ അൺഈസി ബ്രീത്തിങ് പാറ്റേൺ. പേഷ്യന്റ് തന്നെ ഇങ്ങോട്ട് ചോദിച്ചോളും നമ്മുടെ അടുത്ത്. കാരണം പേഷ്യന്റ് ആണ് ആ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത്, അല്ലെ? അപ്പൊ പേഷ്യന്റ് ചോദിക്കുവാണ്, എനിക്ക് ആ അൺഈസി ബ്രീത്തിങ് പാറ്റേണിന്റെ കാര്യം, എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, എനിക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടിന്റെ കാരണം കൂടെ ഞാനൊന്ന് അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു തരാമോ എന്ന് പേഷ്യന്റ് ചോദിക്കുവാണ്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് പുള്ളിക്കാരി മൊത്തത്തിൽ ഫെഡപ്പായിട്ടിരിക്കുകയാണ്. എന്തൊക്കെ ഡിഫിക്കൽട്ടിയാണുള്ളത്? സ്വാളോയിങ് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്. ഒരു മനുഷ്യന് സാധാരണമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ, അല്ലെ? അപ്പൊ മൊത്തത്തിൽ ട്രബിൾ ആണ് പുള്ളിക്കാരത്തേക്ക്. അപ്പൊ പേഷ്യന്റ് പറയുന്നത് നോക്കാം, പേഷ്യന്റിനോട് നമ്മൾ പറയുന്നത് നോക്കാം. പ്ലീസ് ഡു നോട്ട് ഗെറ്റ് അപ്സെറ്റ് വിത്ത് യുവർ കറന്റ് സിറ്റുവേഷൻ. അപ്പൊ നീ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അപ്സെറ്റ് ആകേണ്ട ആവശ്യമില്ല. പേഷ്യന്റിനെ കൺസോൾ ചെയ്യുവാണ് വീണ്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പറയുവാണ്, പ്ലീസ് ഡു നോട്ട് ഗെറ്റ് അപ്സെറ്റ് വിത്ത് യുവർ കറന്റ് സിറ്റുവേഷൻ. നീ കറന്റ് സിറ്റുവേഷൻ കൊണ്ട് അപ്സെറ്റ് ആകണ്ട. ദീസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആർ ക്വൈറ്റ് നോർമൽ ആഫ്റ്റർ ദ സർജറി എന്ന് പറയുമ്പോൾ ഈ ബ്രീത്തിങ് കാരണം ത്രോട്ടിനാണ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് അപ്പോ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് തൈറോയ്ഡ് സർജറിക്ക് ശേഷം യൂഷ്വലി ഉണ്ടാവുന്നതാണ്, അത് നമുക്കറിയാം. പക്ഷെ പേഷ്യന്റ് മൊത്തത്തിൽ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എപ്പോഴും പറയുമ്പോൾ ഇതും യൂഷ്വൽ ആണെന്ന് പറഞ്ഞ് പേഷ്യന്റിനെ കൈ ഒഴിയാൻ പറ്റത്തില്ല. അത് പേഷ്യന്റ് കൺസിഡറേഷൻ ആണ്, പേഷ്യന്റ് കൺസേൺസ് ആണ് ഇതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും എന്താ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ സംതിങ് ലൈക്ക് മോർ സീരിയസ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ നമുക്ക് എന്താണ്, പേഷ്യന്റിന് ഒന്നുകൂടെ ഒന്ന് കോൺഫിഡൻസ് കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് പറയാം? സി എനിവേ, for more clarification I will inform to your consulting doctor regarding the symptoms. അതായത് ഓക്കെ, എന്നിരുന്നാലും കുറച്ചും കൂടെ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിനക്ക് വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ട് നിന്റെ കൺസൾട്ടിങ് ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഇൻഫോം ചെയ്യാം ഈ സിംറ്റംസിനെ ഒക്കെ കുറിച്ച്. അപ്പൊ പേഷ്യന്റ് ഓക്കെ ആയി, സെറ്റിൽ ഓക്കെ, ഞാൻ ചെന്ന് ഡോക്ടറിന്റെ അടുത്ത് പറയും. മനസ്സിലായോ? ഓക്കെ, നമ്മൾ പേഷ്യന്റിനെ കൺസോൾ ചെയ്തു. ഇനി അടുത്തത് പേഷ്യന്റ് ചോദിക്കുവാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും സാധാരണ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആ പേഷ്യന്റ് സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതാണ്, എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണുള്ളത്? സ്വാളോയിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, സ്പീക്കിംഗ് ഡിഫിക്കൽട്ടി ഉണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ തീർച്ചയായിട്ടും ചോദിക്കും, ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ എത്ര നാൾ എനിക്ക് കാണും? For my clarification, may I know how long these symptoms will last എന്നാണ് പേഷ്യന്റ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പറയണം? അത് സെറ്റിൽ ആവുന്ന കാര്യത്തിനെ കുറിച്ച് പറയണം. എപ്പോഴും നമ്മുടെ ടാസ്കിനകത്ത് കൊടുത്തിട്ടുണ്ട് യൂഷ്വലി ഗോ അവേ ആഫ്റ്റർ 2 to 3 weeks എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലയോ? അപ്പൊ നമ്മൾ എന്താണ് പേഷ്യന്റിനോട് പറയേണ്ടത്? ഐ സെർട്ടൻലി അക്നോളജ് യുവർ വറീസ്. അതെന്താണ്? ചെക്കിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മനസ്സിലായോ? പേഷ്യന്റ് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ഐ സെർട്ടൻലി അക്നോളജ് യുവർ വറീസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നുണ്ട് നിന്റെ വല്ലായ്മ അല്ലെങ്കിൽ നിന്റെ ദുഃഖങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഐ സെർട്ടൻലി അക്നോളജ് യുവർ വറീസ്. അക്നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകരിക്കുക. സെർട്ടൻലി തീർച്ചയായിട്ടും, ഞാൻ തീർച്ചയായിട്ടും നിന്റെ ദുഃഖങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഐ അഷ്യൂർ യു that this pain and breathing troubles completely settle in 2 to 3 weeks after and you will be perfectly alright എന്നാണ് പറയുന്നത്. അതായത് ഞാൻ നിനക്ക് അഷ്യൂർ ചെയ്യുന്നു, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ഈ പെയിനും വേദനയും നിന്റെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും നിന്റെ ബ്രീത്തിങ് പ്രോബ്ലംസും ഒക്കെ സെറ്റിലാകും. 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ സെറ്റിലാകും. അതുകൂടാതെ നീ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആകും. പേഷ്യന്റ് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ്, സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നമ്മളിവിടെ പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഐ അഷ്യൂർ യു ദാറ്റ് ദിസ് പെയിൻ ആൻഡ് ബ്രീത്തിങ് ട്രബിൾസ് വിൽ ബി സെറ്റിൽഡ് in 2 to 3 weeks and you will be perfectly alright എന്നാണ് പേഷ്യന്റിനോട് പറഞ്ഞത്. നിന്റെ എന്തൊക്കെ നിനക്ക് ബുദ്ധിമുട്ടുണ്ട്, നിന്റെ പെയിനും നിന്റെ വേദനയും ബ്രീത്തിങ് ട്രബിൾസും ഒക്കെ
1-2 ആഴ്ചക്കുള്ളിൽ തന്നെ സെറ്റിൽ ആകും, നീ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആകുമെന്ന് പേഷ്യന്റിനെ നമ്മൾ ആശ്വസിപ്പിച്ചു. അതിനുശേഷം നോക്കാം, ഐ റെക്കമെൻഡ് യു ടു ടേക്ക് റെസ്റ്റ് ഫോർ 2 weeks. അപ്പൊ ഞാൻ നിന്നോട് റെക്കമെൻഡ് ചെയ്യുവാണ്, ഇതൊക്കെ സെറ്റിൽ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നീ 2 ആഴ്ച റെസ്റ്റ് എടുത്തേ മതിയാകൂ. ആൻഡ് ട്രൈ ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ആസ് പെർ യുവർ ഡോക്ടർ. പിന്നെ എന്തൊക്കെയാണ്, ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതേപോലെ ഫോളോ ചെയ്താൽ നീ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ സെറ്റിലാകും എന്ന് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നമ്മുടെ 3ാമത്തെ പോയിന്റ് നോക്കാം. അഡ്വൈസ് ഹെർ നോട്ട് ടു പ്രഷറൈസ് ഹെർ വോക്കൽ കോർഡ്സ് ബൈ സ്പീക്കിംഗ് കണ്ടിന്യൂസ്ലി എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് കഴിഞ്ഞിരിക്കുന്നത്, തൈറോയിഡ് ആണ്. അപ്പൊ പേഷ്യന്റ് ഓൾറെഡി സ്പീക്കിംഗ് ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സ്പീക്ക് ചെയ്യുമ്പോൾ ഈ ഫ്യൂച്ചറിന് കേടുപാട് സംഭവിക്കത്തില്ലയോ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ പേഷ്യന്റിനോട് പറഞ്ഞ് മനസ്സിലാക്കണം, എന്താണ്, നീ ഒരുപാട് സ്ട്രെയിൻ ഒന്നും സ്പീക്ക് ചെയ്തുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പേഷ്യന്റ് പറഞ്ഞു, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ട് പേഷ്യന്റ് പറഞ്ഞു ഡെഫിനറ്റ്ലി ഐ വിൽ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് പറയണം, ഞാൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്യും. ബിക്കോസ് എന്താണ്, നേരത്തെ പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എങ്ങനെയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചാൽ മതിയെന്ന്. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാം അടുത്ത അഡ്വൈസ് എങ്ങനെയാണ് ചെയ്യുന്നത്. കൈൻഡ്ലി മേക്ക് ഷുവർ നോട്ട് ടു പ്രഷറൈസ് യുവർ ത്രോട്ട് ബൈ സ്പീക്കിംഗ് ടു മച്ച് കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, നീ ദയവായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നീ ഉറപ്പുവരുത്തണം, നിന്റെ ത്രോട്ടിൽ നീ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നത് നീ ഉറപ്പുവരുത്തണം. അത് ഇല്ല എന്ന് നീ ഉറപ്പുവരുത്തണം. എങ്ങനെ? ഒരുപാട് സംസാരിക്കുന്നതിലൂടെ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ യൂസ് എ പേപ്പർ ആൻഡ് എ പെൻ ടു കൺവേ യുവർ ഐഡിയാസ് എന്ന് പറയുമ്പോൾ നീ സ്പീക്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് നിനക്കൊരു പേപ്പറും പേനയും യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? നിന്റെ ഐഡിയാസ് ഒക്കെ കൺവേ ചെയ്യുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ നിനക്ക് സംസാരിക്കുന്നതിന് പകരമായിട്ട് അത് എഴുതി കാണിക്കാം എന്നാണ് നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പം അതിന് ഒരു തീരുമാനമില്ല. പേഷ്യന്റ് ചോദിക്കാം, ഒരു പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓക്കെ, എനിക്ക് അതിന് സ്പീക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് what can I do എന്ന് പേഷ്യന്റ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ മറുപടി പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അഡ്വൈസ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ, അത്രയും മനസ്സിലായോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അഡ്വൈസ് ചെയ്തു, നമ്മുടെ 3 പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു. ഇനി ലാസ്റ്റ് അതിനുശേഷം നമുക്ക് ചോദിക്കാം, കുറേയേറെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്തതാണ്. അപ്പൊ എങ്ങനെ ചോദിക്കാം നമുക്ക്? ആർ യു ഹാപ്പി വിത്ത് ഓൾ ദി ഇൻഫർമേഷൻ ദാറ്റ് ഐ ഗിവൻ ടു യു സോ ഫാർ? ഓക്കെ, ഞാൻ ഇത്രയും ഇൻഫർമേഷൻ നിനക്ക് തന്നതിൽ നീ ഹാപ്പി ആണോ? യെസ്, ഓഫ് കോഴ്സ് നഴ്സ്, താങ്ക് യു. പേഷ്യന്റ് പറയണു, തീർച്ചയായിട്ടും. പേഷ്യന്റ് താങ്ക് യു പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഇവിടെ അഡ്മിറ്റഡ് ആണ്, ഹോസ്പിറ്റൽ വാർഡാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പേഷ്യന്റ് എന്ത് ചെയ്യണം? എന്തെങ്കിലും അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റേഷനിൽ തന്നെ കാണും. ഇവിടെ നമുക്ക് ഡയറക്ട്ലി വിളിക്കാൻ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്, പേഷ്യന്റ് സ്പീക്കിംഗ് ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ പേഷ്യന്റിനോട് നമ്മൾ എന്താണ് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്? ഈ ബെല്ലിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി എന്ന് പറയണം. അതെങ്ങനെ പറയാം? Okay, well, Miss Angel, if you need any help, I will be here in the nursing station. You can press this alarm. I will come and help you out soon. Is it okay for you? Yes, nurse. Thank you. I wish you a speedy recovery. മനസ്സിലായോ? Okay? അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? So, ഇത്രയും ഞാൻ ഈ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ നീ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. ഹാപ്പി ആണെന്ന് പേഷ്യന്റ് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ എന്താണ്, നമ്മൾ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്? നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ നഴ്സിംഗ് സ്റ്റേഷനിൽ തന്നെ കാണും. അപ്പോൾ നിനക്ക് ഈ ബസറിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ഞാൻ നിന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഒരു സ്പീഡ് റിക്കവറിക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്തു. ഏതൊരു കണ്ടീഷൻ ഇപ്പൊ ചോദിക്കാൻ പറ്റുന്നത്? ഐ വിഷ് എ സ്പീഡ് റിക്കവറി എന്ന് പറയുമ്പോൾ ഏതൊരു ഡിസീസ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണോ? ഓഫ് കോഴ്സ്. അതൊക്കെ എന്താണ്, ഈവൻ നമ്മൾക്ക് ക്യൂർ ആവത്തില്ല എന്ന് അറിയാമെങ്കിൽ കൂടെ നമ്മൾ അങ്ങനെ ഒരു പറയുമ്പോൾ പേഷ്യന്റ് എന്താണ്, ഓക്കെ, അപ്പൊ പേഷ്യന്റ് ചിന്തിക്കും, ഓക്കെ നഴ്സ് പറഞ്ഞു, ഓക്കെ ഞാൻ ക്യൂർ ആവും. അവർക്ക് എന്താണ് എപ്പോഴും വലുത്? എനിക്ക് തോന്നുന്നു നമുക്ക് മെഡിസിനോടൊപ്പം തന്നെ ഏറ്റവും വലുത് എന്താണ്? നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, എനിക്ക് എന്റെ അസുഖം മാറും എന്നൊരു കോൺഫിഡൻസ് ആണ്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അത്രത്തോളം കൈൻഡ് ആയിട്ട് എംപതൈസ് ചെയ്യണം നമ്മൾ പേഷ്യന്റിനെ. മനസ്സിലായോ? ഓക്കെ, പേഷ്യന്റ് എപ്പോഴും തോന്നണം നേഴ്സ് എന്റെ കൂടെ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആ ഹോൾ മെഡിക്കൽ ടീം എന്റെ കൂടെ സപ്പോർട്ട് ഉണ്ട്, ഞാൻ ക്യൂർ ആവും എന്നൊരു ആത്മവിശ്വാസം അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം എപ്പോഴും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ റോൾ പ്ലേ കാർഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ,
മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്തൂടെ ഒക്കെ പ്രധാനപ്പെട്ട 10:49. ഓക്കെ, സോ ഇതിനകത്തൂടെ ഒക്കെ പ്രധാനപ്പെട്ടായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉള്ളെങ്കിലും നമ്മുടെ കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അതിനെ കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എപ്പോഴും നമ്മൾ വളരെയധികം പൊളൈറ്റ് ആയിട്ട് വേണം പേഷ്യനോട് ബിഹേവ് ചെയ്യാൻ. അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുകയും വേണം പേഷ്യനെ. ഇത് രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. IELTS പോലെ വളരെ ഹാർഷായിട്ടൊന്നും പെരുമാറാൻ പറ്റത്തില്ല. ഇവിടെ പേഷ്യന്റെ അടുത്ത് വളരെയധികം പൊളൈറ്റ് ആയിട്ട് വേണം ത്രൂ ഔട്ട് ദ ഹോൾ സ്പീക്കിംഗ്. ഓക്കെ, ബി പൊളൈറ്റ്. വളരെയധികം പൊളൈറ്റ് ആയിട്ട് വേണം നമ്മൾ പേഷ്യനോട് ബിഹേവ് ചെയ്യാൻ. അവർക്ക് ഒരിക്കലും തോന്നരുത് എനിക്ക് ഇവിടുന്ന് നല്ലൊരു കെയർ കിട്ടത്തില്ല എന്ന്. ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് നമ്മൾ കൊടുത്തിരിക്കണം. നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ, അതായത് നമ്മുടെ റെക്കോർഡിംഗ് അസസ് ചെയ്യുന്ന ലേറ്റർ ആണ്. അപ്പം നമ്മളെ ഹോൾ ആ സ്പീക്കിംഗ് ടൈമിലൊക്കെ നമ്മൾ ഒരു ചിരി എപ്പോഴും വേണ്ടി, ആ ചിരി അവർ കാണുന്നില്ലെങ്കിൽ ശരി, ആ സ്മൈൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ആ റെക്കോർഡിങ്ങിലൂടെ അസസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നമ്മൾ നെർവസ് ആയിട്ട് സ്പീക്ക് ഔട്ട് ചെയ്യുന്നതും റിലാക്സ് ആയിട്ട് സ്പീക്ക് ഔട്ട് ചെയ്യുന്നതും രണ്ട് രീതിയിലാണ്. ഓക്കെ, നമ്മൾ നെർവസ് ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു കടപടയായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിലാക്സ് ആകുമ്പോൾ അവർക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും റെക്കോർഡിംഗ് അസൈൻ. ഓക്കെ, ഷീ സ്പീക്കിംഗ് വെരി റിലാക്സ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് തന്നെ സ്പീക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒട്ടുമിക്ക പേർക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടഫ് ടാസ്ക് ഒട്ടുമിക്ക പേർക്കും റീഡിങ്ങും ലിസണിങ്ങും റൈറ്റിംഗും ഒക്കെ സ്കോർ ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ സ്പീക്കിംഗ് ഒത്തിരി അറിയാവുന്നവർ കൂടെ, നോളജ് ഉള്ളവർക്ക് കൂടെ സ്പീക്കിംഗ് ഔട്ടായി പോകുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് ഇതാണ്. അതായത് സംടൈം അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഇന്റർലോക്യൂട്ടർ ഒക്കെ സൈലന്റ് ആവുന്നൊക്കെ കുറെ പേരുടെ ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അവര് സൈലന്റ് ആയിക്കോട്ടെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു സെക്കൻഡ് അവരുടെ അടുത്ത് ചോദിക്കുക, ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്സ് എന്ന് പേഷ്യനോട് ചോദിക്കുകയാണ്. പേഷ്യന്റ് പറഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, വെൽ മിസ് ഏഞ്ചൽ, നമ്മൾ നമ്മുടെ പോയിന്റ്സിലേക്ക് കയറുക. ഓക്കെ, അടുത്ത പോയിന്റ് കഴിഞ്ഞിട്ട് ഓക്കെ, ആർ യു ഫോളോയിങ് മീ നമ്മൾ ചോദിച്ചു. അപ്പോഴും പേഷ്യന്റ് ഒന്നും പറയുന്നില്ല. നമ്മുടെ പോയിന്റിലേക്ക് കിടക്കുക. നമ്മൾ ഒരു സെക്കൻഡ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഓരോ പോയിന്റ് പറഞ്ഞു കൊടുത്തിട്ടും പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അത് കേട്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ എന്താണ് കുഴപ്പം? അപ്പൊ നമ്മുടെ റെക്കോർഡിംഗ് അസസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും അത് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല, അത് ഇന്റർലോക്യൂട്ടറിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന്. ഒത്തിരി പേർക്കുള്ള പ്രശ്നമാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ അറേബ്യൻ കൺട്രീസിലുള്ളവർക്കാണെന്ന്. കാരണം ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. മേഡം ഇതുപോലെ ഇന്റർലോക്യൂട്ടർ മിണ്ടാതിരിക്കും, അവർ നമ്മളെ ഒത്തിരി കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ ടാസ്കിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ സ്പീക്ക് ഔട്ട് ചെയ്ത് പോവുക. ഓരോ പോയിന്റ്സും പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ചോദിക്കുക, നീ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർത്തി സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഭംഗിയായിട്ട് ടാസ്ക് അവസാനിപ്പിച്ചിട്ട് പോരുക. റെക്കോർഡിംഗ് അസസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അറേബ്യൻ കൺട്രിയിൽ ഇതുപോലെ എക്സാം അറ്റൻഡ് ചെയ്ത് ഓൾറെഡി ഇപ്പൊ പ്രോസസിംഗിലാണ് കുട്ടി. കുട്ടിക്ക് കുറച്ച് ലോ ആയിരുന്നു മാർക്ക്. അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞപ്പോ തന്നെ കാൻഡിഡേറ്റ് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ മേഡം ഇതുപോലെയായിരുന്നു സ്പീക്കിങ്ങിൽ, എനിക്ക് ഇതുപോലെ ബിറ്റ് കൺഫ്യൂസിങ് ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ എന്നിരുന്നാലും ഞാൻ ടാസ്ക് നന്നായിട്ട് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതുപോലെ തന്നെ ആ കാൻഡിഡേറ്റ് ഫോളോ ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ആ കുട്ടിക്ക് B കിട്ടുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഉറപ്പായിട്ടും തന്നെ റിവാലുവേഷന് കൊടുക്കണമെന്ന് പറഞ്ഞു. റിവാലുവേഷന് കൊടുത്തു, ആ കുട്ടിക്ക് B സ്കോർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാർട്ട് എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അവരവരുടെ പാർട്ട്, നമ്മൾ നമ്മുടെ പാർട്ട്. പക്ഷെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഓരോ പോയിന്റ്സും നിർത്തി അവരോട് ചോദിക്കാം. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? നോക്കാം ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം എന്താണ് പറയുന്നത്, നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ തന്നെ ആയിരിക്കണം ആ കോൺവെർസേഷൻ ബിഗിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ടുപോകേണ്ടത് നമ്മുടെയാണ്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം. ബിക്കോസ് എന്താണ്, ഇതൊരു പാർട്ടിസിപ്പേഷൻ ആണ്. രണ്ടുപേരും തമ്മിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റോൾ പ്ലേ ആണ്. അപ്പൊ അവര് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെ തിരിച്ച് നമ്മുടെ ടാസ്കിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെന്താണ്, പേഷ്യന്റ് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ കേൾക്കാൻ. അവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അവർ സംസാരിച്ചതിന് ശേഷമേ നമ്മൾ മറുപടി കൊടുക്കാവുള്ളൂ. ഓക്കെ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും, രണ്ടുകൂടെ കയറി മിക്സ് ആയിപ്പോ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാകാണ്ടായിപ്പോ.
അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് അതിനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മറുപടി വേണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇന്റോണേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ലാംഗ്വേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ വളരെയധികം ബുദ്ധിപൂർവ്വം വേണം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ. ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ എടുക്കാനും ഒന്നും പാടില്ല. ഐ മീൻ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ആക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ഒരു പേഷ്യന്റ് വരുവാണെന്ന് വെച്ചോ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ബ്രസ്റ്റ് അസസ് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. സോ നമുക്ക് അവരോട് പറയാം, ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ലൈ ഓൺ ദിസ് ടേബിൾ സോ ദാറ്റ് ഐ ക്യാൻ അസസ് യു. ഓക്കെ. അതായത് ഈ ടേബിളിൽ ഒന്ന് കിടക്കാമോ, ഞാൻ നിന്നെ ഒന്ന് അസസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് നിന്നെ അസസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് റിയൽ ആയിട്ട് ആക്ട് ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ ഹൈപ്പർ ടെൻഷനുമായിട്ട് വന്നൊരു പേഷ്യന്റ് അടുത്ത് പറയുവാണ്, എനിക്ക് ഇതിന്റെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം, ഞാൻ ചെയ്തോട്ടെ. ഓക്കെ. അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഫ്രാക്ചർ, വൂണ്ട്, അതെല്ലാം നമുക്ക് അസസ് ചെയ്യാം, റിയൽ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് IELTS പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് അത് തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ടോൺസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ നമ്മൾ കൊടുക്കാൻ പഠിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതൊക്കെ ഡീല് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് പറഞ്ഞാൽ ഓർഗനൈസ് ദ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ റോൾ പ്ലേ കാർഡിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഈ റോൾ പ്ലേ കാർഡ് പ്രസന്റ് ചെയ്ത് നിങ്ങളെ കേൾപ്പിച്ചു. അതൊരു ഫ്ലോയിൽ തന്നെയാണ്, ഒരു ഓർഗനൈസ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഓരോ പോയിന്റും ഇലാബറേറ്റ് ചെയ്ത് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് സെക്കൻഡ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്യുക, തേർഡ് പോയിന്റ് തേർഡ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്യുക, ഫോർത്ത് പോയിന്റ് ഫോർത്ത് ആയിട്ട് ഇലാബറേറ്റ് ചെയ്യുക. അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും റിപ്പീറ്റേഷനും ഉണ്ടാകത്തില്ല. നമ്മുടെ OET സ്പീക്കിംഗിൽ അവർ റിപ്പീറ്റേഷൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില സ്റ്റെപ്സ് ആണ്. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം സ്പീക്കിംഗിൽ ഇരിക്കാൻ. ഓക്കെ. I hope you enjoyed the video. കുറച്ച് യൂസ്ഫുൾ ആയിരുന്നോ? തോന്നുന്നുണ്ടോ യൂസ്ഫുൾ ആയിരുന്നു എന്ന്? ഓക്കെ. So have a great day. Bye. എനിക്കിനി ക്ലാസ് ഉണ്ട്. ഇനി ക്ലാസ്സിന് ഇരിക്കാൻ പോവാണ്. ഓക്കെ. Hi. Bye.